കാസർഗോഡ് കോയിപ്പാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിക്കുകയാണിപ്പോൾ. ഇവിടെ രണ്ട് വീട്ടുകാരെ ഇപ്പോൾ മാറ്റി പാർപ്പിക്കാനാണ് ഉദ്ദേശം. ഇവിടെ നമ്മൾ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റും. പിന്നെ കടൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വീടുകളിലേക്ക് ബാധിക്കും എന്നുള്ളതാണ് ഒരവസ്ഥ. ഏകദേശം 14ഓളം ആൾക്കാർ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനം. പിന്നീട് അത് നോക്കിയിട്ട് വേണ്ട ചെയ്യാനുള്ള സൗകര്യം എല്ലാം പഞ്ചായത്തെല്ലാം സൗകര്യം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ രണ്ട് വീട്ടുകാരെ ഇപ്പോൾ മാറ്റി. രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രതീഷ്, അവിടെ മഴ കണക്കുന്നുണ്ടോ? എന്താണ് സാഹചര്യം? കടലാക്രമണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ തീരദേശത്തു നിന്നുള്ള വിവരങ്ങൾ? എങ്ങനെയാണ് ഈ മാറ്റിപ്പാർപ്പിക്കലടക്കമുള്ള നടപടികൾ തുടരുന്നത്? അരുണെ, തീർച്ചയായും കുമ്പള പഞ്ചായത്തിലെ കോയിപ്പാടി കടപ്പുറത്തെ തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് കടൽ വലിയ രീതിയിൽ ശോഭിച്ചിട്ടുള്ളത്. മാത്രമല്ല 5 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്രയധികം ദൂരം കടൽ കയറുന്നതെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്, ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ വീടിൻ്റെ സമീപത്ത് തന്നെ ഇത്തരത്തിൽ കടൽ കയറിയത് കൊണ്ട് തന്നെ രാത്രിയിൽ കൂടുതൽ ഭാഗത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുൻനിർത്തിയാണ് ഇവിടുത്തെ 16ഓളം അംഗങ്ങളെ ഈ ഭാഗത്തു നിന്ന് മാറ്റിയത്. 4 വീടുകളിൽ നിന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മാറ്റിയിട്ടുള്ളത്. മറ്റുള്ള വീടുകളിലെ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഏതൊക്കെ സാഹചര്യത്തിൽ, അതായത് ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ കഴിയുന്ന മുഴുവൻ കുടുംബങ്ങളെയും കടപ്പുറത്തെ ഈ കടലോരത്തെ ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, മറ്റിടങ്ങളിലൊക്കെ ഉദുമയിൽ ഉൾപ്പെടെ തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെയുള്ള തഹസിൽദാർമാരൊക്കെ തന്നെ ആ വിഷയങ്ങൾ ഊർജിതമായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഈ നിലവിലുള്ള ഈ കുടുംബങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ രാവിലെ ഈ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം കടന്ന് കടൽ അകത്തേക്ക് കൂടുതൽ കരയിലേക്ക് വരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഈ ഭാഗത്ത് സുരക്ഷിതമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ആളുകളെ പൂർണ്ണമായും കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉള്ളത്. ജില്ലാ ഭരണ തഹസിൽദാർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നേതൃത്വം നൽകിയാണ് ഇത്തരം അപകടകരമായ സാഹചര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ അടിയന്തരമായി പ്രാഥമികമായി മാറ്റുന്നത്. മറ്റിടങ്ങളിലും ഈ പ്രദേശത്ത് നിരീക്ഷണം ഉണ്ടാവും. എന്നാൽ അതിനനുസരിച്ച് വൈകുന്നേരത്തോടെ തന്നെ അപകട സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളെ, വീടുകളിലെ മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കുക എന്നാണ് അടിസ്ഥാനമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും കടൽക്ഷോഭം ശക്തമാണ്. പലയിടങ്ങളിലും കൂടുതൽ കടൽ കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകൾ തകർന്നിട്ടില്ലെങ്കിലും അത്ര അപകടകരമായ സാഹചര്യമുണ്ട്. ആശങ്കയുള്ള സാഹചര്യം കാസർഗോഡ് ജില്ലയിലെ കടലോരത്ത് നിലനിൽക്കുന്നുണ്ട്. അരുണ്യ. ശരി രതീഷ്, എന്തായാലും അവിടെ താമസിക്കുന്നവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. പേടിച്ച് നിന്നിട്ടുണ്ട്. മക്കളും വലിയവരാരും ഇല്ല, അവരെല്ലാം പുറത്ത് പണിക്കും കാര്യത്തിനെല്ലാം പോയിട്ടുണ്ട്. ഞാനും എൻ്റെ മക്കളും കഴിയാത്ത ഒരു 5 മാത്രമേ വീട്ടിലുള്ളൂ. കടൽ അങ്ങനെ കൂടി വരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. മാറാനുള്ള സംവിധാനങ്ങൾ ആക്കിയിട്ടുണ്ടോ? അതിനുള്ള അവർ സംവിധാനം ആക്കിയിട്ടുണ്ട്. മാത്രം ഇപ്പോൾ സുഖമില്ലാത്തൊരു അനിയനും എല്ലാം ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ വേലികേറ്റം ശക്തമാണ്. 2-3 ദിവസമായി, കുറച്ച് ദിവസമായി ഈ കാലാവസ്ഥ കൂടിയിട്ട്. അപ്പം ഇങ്ങനെ ഇവർ 2 വീട്ടുകാരാണ് പേടിക്കും. അപ്പോൾ ഇവർക്ക് ഒരു 10 ലക്ഷം പാസ്സായിന് വീട് മാറി താമസിക്കാൻ. അപ്പോൾ ഈ 10 ലക്ഷത്തിലൊന്നും വീടാവില്ല. ഫിഷറീസിന് 10 ലക്ഷം കൊടുത്തിട്ട് സ്വന്തം സ്ഥലം വാങ്ങി വീട് കെട്ടി കൊടുക്കാനുള്ള സൗകര്യം അവസ്ഥയിലില്ല. 10 ലക്ഷം തികയുന്നില്ല. ഒരു 15-20 ലക്ഷം കിട്ടിയാലേ ആ പണി പൂർത്തിയാക്കാൻ പറ്റൂ. ഇപ്പോൾ വീട് പകുതിയിലുള്ളതാണ് അവർക്ക്. അതുകൊണ്ട് ഇവർക്ക് വീട് മാറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നെ ആയിപ്പോകുന്നത്. അതിനൊരു മാറ്റം വരുത്താനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പൊതുവെ പറയാനുള്ളത്.